അങ്ങനെ എന്തായാലും മുംബൈ എന്തായാലും ക്വാളിഫയർ 2 കളിക്കാൻ വരുന്നുണ്ട്. ഗുജറാത്തിനെ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ട് അഹമ്മദാബാദിലോട്ടുള്ള ടിക്കറ്റ് എന്തായാലും മുംബൈ കൺഫേം ആക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബിനെതിരെ എന്തായാലും മുംബൈ വരികയാണ് ക്വാളിഫയർ 2 കളിക്കാൻ. സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നലെ നോക്കുവാണെങ്കിൽ ഒരു വൺ സൈഡഡ് മാച്ച് ആയിരുന്നു പറഞ്ഞിരിക്കുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് മാച്ച്. ഷെയർ മാർക്കറ്റ് പോലായിരുന്നു, മേളോട്ട് താഴോട്ട് മേളോട്ട് താഴോട്ട്. ആർക്കും ജയിക്കാം, മുംബൈക്കും ജയിക്കാം, ഗുജറാത്തിനും ജയിക്കാം, മുംബൈക്കും ജയിക്കാം, ഗുജറാത്തിനും ജയിക്കാം. ഒരു സമയം നോക്കുവാണെങ്കിൽ ഗുജറാത്തിന് അല്പം എഡ്ജ് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു 13ാമത്തെ ഓവർ വരെ. മൂന്നാമത്തെ ഓവറിൽ ഗുജറാത്തിന്റെ സ്കോർ നോക്കുവാണെങ്കിൽ 148-ൽ 2 വിക്കറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആയി സുദർശനും വാശിയും കൂടെ ചേർന്ന് മനോഹരമായൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഏകദേശം 44 ബോളിൽ നിന്ന് 84 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് എടുക്കുന്നതോടെ അവിടെ 2 6 ആണ് അടുപ്പിച്ച് വാശി അടിച്ചത് ട്രെന്റ് ബോൾട്ടിനെ 13ാമത്തെ ഓവറിൽ. ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ മുംബൈ പരാജയം മണത്തു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവരുടെ ഒരു ട്രംപ് കാർഡ് ഉണ്ടായിരുന്നു, ഒരു മിഷൻ ഗൺ ഉണ്ടായിരുന്നു, ഒരു AK-47 ഉണ്ടായിരുന്നു. അവരുടെ വിശ്വസനായ ബോളർ ക്യാപ്റ്റൻ ബുംറയിലോട്ട് ബോൾ കൊടുക്കുന്നു. ദാ വരുന്നു മനോഹരമായ ഒരു യോക്കർ. എൻ്റെ അമ്മോ, വാശി ബോൾ കണ്ടതുമില്ല. ബാറ്റിൻ്റെയും പാഡിൻ്റെയൊക്കെ ഇടയിലൂടെ ഒരു ബോൾ പോയി സാഷ്ടാംഗം തറയി വീണ് വാശി നമസ്കരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാ ബ്രില്യൻ്റ് ബോളിംഗ് ആയിരുന്നു തന്നെ. അവിടുന്ന് സത്യം പറഞ്ഞാൽ മുംബൈ തിരിച്ചു വന്നു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. മാച്ചിനെ ഒറ്റ ഓവറിൽ ബുംറ തിരിച്ചു. ഇവിടുന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഗുജറാത്ത് പരാജയം മണത്തു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. 16ാമത്തെ ഓവർ റിച്ചാർഡിൻ്റെ ഓവറിൽ അവിടെ വഴങ്ങുന്ന 14 റൺസ്. എന്നാൽ ഒരു അനാവശ്യ ഷോട്ടിന് സായി സുദർശൻ പോകുന്നു, തൻ്റെ വിക്കറ്റ് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം. അവിടുന്ന് കലാസ് പിന്നെ മാച്ച് പോയെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ നോക്കുമെങ്കിൽ ഗുജറാത്ത് മാച്ചിലേ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബോളറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചു വരാൻ ഈസിയാന്ന് പറഞ്ഞിരിക്കുന്നു. വെപ്പൺ എന്ന് പറയേണ്ടത് ഇതുപോലെ ഒരു മനോഹരമായ ഒരു വെപ്പൺ സത്യം പറഞ്ഞാൽ ആറയിലും ഇല്ല. നോക്കുമെങ്കിൽ RCBയുടെ ഒരു ജോഷി സലൂട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഒരു വെപ്പണാണ് ബുംറ എന്നൊരു വെപ്പൺ. സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ രോഹിത് ശർമ്മ 50 ബോളിൽ നിന്ന് 81 റൺസ് എടുക്കുന്നു. ഇവിടെയാണ് ഗുജറാത്തിൻ്റെ കയ്യിൽ നിന്ന് കളി പോയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇന്നിങ്സ് 3ാമത്തെ റൺസിൽ ക്യാച്ച് കൊണ്ട് കളയുന്നു, 12ാമത്തെ റൺസിൽ ക്യാച്ച് കൊണ്ട് കളയുന്നു, പുള്ളി എടുക്കുന്ന പിന്നെ 81 റൺസാണ് കളിയെ കൊണ്ടുപോയെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാ മനോഹരമായ ബാറ്റിംഗ് ആയിരുന്നു അറിയാമോ, എന്നാ മനോഹരമായിട്ട് സ്വീപ്പ് ഷോട്ട് ഇന്ന് കളിച്ചെന്നറിയാമോ. ലെഗ് സൈഡിൽ സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. മനോഹരമായ ബാറ്റിംഗ്. ഏകദേശം 162ൻ്റെ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നു. അതുപോലെ തന്നെ ജോണി ബ്രേസ്റ്റോ എന്നാ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു തന്നെ. റെഡ് ബോൾ ക്രിക്കറ്റ് കളിച്ചിട്ടാണ് വരുന്നത്, എന്നിട്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വന്നു 2020-ലും അതും ഇന്ത്യൻ സാഹചര്യത്തിൽ വന്നു മനോഹരമായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. 44 ബോളിൽ നിന്ന് 84 റൺസിൻ്റെ പാർട്ണർഷിപ്പോടെ എടുക്കുന്നു. സൂപ്പർ പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രിൻസ് ശുഭ്മൻ ഗില്ല്. എന്നാ ബാറ്റിംഗാണ് ഗില്ല് നീ കാഴ്ചവെക്കുന്നത്. 1 റൺസാണ് നീ എടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഷർ മാച്ച് എന്ന് നീ കളിക്കും. 2023 വേൾഡ് കപ്പ് നിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു. നമുക്കറിയായിരുന്നു ഒന്നീ ബുംറ വന്ന് എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ ട്രെന്റ് ബോൾട്ട് വന്ന് എടുക്കുമെന്ന് അറിയായിരുന്നു. പുള്ളിയുടെ നമുക്കറിയാം ഒരു വീക്ക്നെസ്, സ്റ്റമ്പ് പുള്ളിക്ക് ഇട്ട് കൊടുത്താൽ പുള്ളിയുടെ കാര്യം തീരും. ബിക്കോസ് പുള്ളിയുടെ ബാറ്റ് നോക്കുമെങ്കിൽ പുറയുന്ന പുള്ളി ബാറ്റ് എടുക്കുന്നത്. ആ ഒരു ഗ്യാപ്പിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബൗൺസ് ഒന്നും കിട്ടിയില്ല, ഒരു ലോ ആയിട്ട് വരുവാണെങ്കിൽ ഗില്ലിൻ്റെ വിക്കറ്റ് എടുക്കാൻ പറ്റും, LB അല്ലെങ്കിൽ സ്റ്റമ്പ്. അതുപോലെ തന്നെ ഗില്ലിൻ്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ ഇന്ന് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആവശ്യമില്ലാത്ത ബോളിംഗ് റൊട്ടേഷൻ. പ്രസിദ്ധ് കൃഷ്ണ ന്യൂ ബോളിന് പറ്റിയ ബോളറാണോ? എന്നാ പ്രസിദ്ധ് കൃഷ്ണ ന്യൂ ബോൾ എറിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ടീമിൽ? ഇന്ന് കൊണ്ട് ന്യൂ ബോൾ എറിയാൻ കൊടുക്കുന്നു, അടി വാങ്ങിച്ച് കൂട്ടിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രസിദ്ധ് കൃഷ്ണ ഇന്ന് വഴങ്ങുന്നത് 4 ഓവറിൽ 53 റൺസാണ്. 2 വിക്കറ്റ് അവിടെ എടുത്തു, പക്ഷേ 53 റൺസാണ് ഇന്ന് പുള്ളിയെ വഴങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ന്യൂ ബോൾ എറിയാൻ കൊണ്ട് കൊടുക്കുന്നു. അർഷാദ് ഖാൻ ഇന്ന് ടീമിലേക്ക് ഇടുന്നില്ല. അർഷാദ് ഖാൻ്റെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ റെക്കോർഡാണ്. രോഹിത് ശർമ്മ, ബ്രേസ്റ്റോ ഏകദേശം ഒരേപോലെ കളിക്കുന്ന ബാറ്ററാണ്. രോഹിത് ശർമ്മ ഈ സീസണിൽ 4 പ്രാവശ്യമാണ് ലെഫ്റ്റ് ഹാൻഡർക്കെതിരെ ഔട്ടായത്. എന്നാൽ ഇന്ന് അർഷാദ് ഖാനെ ടീമിലോട്ട് ഇടുന്നില്ല. അതുപോലെ തന്നെ രോഹിത് ശർമ്മയ്ക്കും ബ്രേസ്റ്റോയ്ക്കും സ്പിന്നർമാരെ കളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സായി കിഷോറിൻ്റെ ലെഫ്റ്റ് ഹാൻഡറെ കളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കഴിഞ്ഞ കളി കണ്ടതാണ്, ഹർപ്രീത് ബാർ വന്നിട്ട് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എടുക്കുന്നത്. ഇന്ന് സായി കിഷോറിനെ കൊണ്ടുവരുന്ന 6ാമത്തെ ഓവറിലാണ് വളരെ ലേറ്റായിട്ട് കൊണ്ടുവരുന്നത്. രോഹിത് ശർമ്മ ഏകദേശം ടച്ചായി കഴിഞ്ഞപ്പോഴാണ് സായി കിഷോറിനെ കൊണ്ടുവരുന്നത്. റാഷിദ് ഖാനെ അവിടെ മനോഹരമായിട്ട് ഉപയോഗിച്ചില്ല. റാഷിദ് ഖാൻ ഇന്ന് നല്ല രീതിയിൽ ഗൂളി കിട്ടുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. റാഷിദ് ഖാനെയും കൊണ്ടുവരുന്നത് ലേറ്റായിട്ട് അവിടെ കൊണ്ടുവരുന്നത്. പിന്നെ കോഡ്സ് ചെയ്യുന്ന അടി വാങ്ങിച്ച് കൂട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നു. അവസാനത്തെ ഓവറിൽ കോഡ്സ് വഴങ്ങുന്നത് 21 റൺസാണ്. ഹാർദിക് പാണ്ഡ്യ കോഡ്സ് അടിക്കുന്നത് 21 റൺസാണ്. മിഡ് ഓവർ ഏതെങ്കിലും വാശിക്ക് കൊടുത്തിട്ട് ലാസ്റ്റ് ഓവർ പ്രസിദ്ധ് കൃഷ്ണയോ സിറാജിനെ വെച്ച് എറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര റൺസ് എന്തായാലും വഴങ്ങത്തില്ലായിരുന്നു. നിങ്ങൾ ഇന്ന് തോക്കുന്ന കേവലം 20 റൺസിനാണ്. നോക്കുവാണെങ്കിൽ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി അമ്പേ പരാജയം എന്ന് പറഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞെന്ന് കുശാൽ മെൻഡിസ് 2 ക്യാച്ചാണ് കൊണ്ട് കളയുന്നത്.
എന്നിട്ട് ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴോ സ്റ്റമ്പ് ചവിട്ടി തൊഴിച്ചിട്ട് പുള്ളി കയറിപ്പോകുന്നു. അത്രയ്ക്ക് മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു കുശാൽ മെൻഡിസിൻ്റെ. 2 സിമ്പിൾ ക്യാച്ചാണ് കൊണ്ട് കളഞ്ഞ്, 2 സിമ്പിൾ ക്യാച്ച്. സത്യം പറഞ്ഞാൽ കുശാൽ മെൻഡിസ് കളഞ്ഞ ക്യാച്ച് കണ്ടപ്പോഴത്തേന് ഇന്നലെ ജിതീഷ് ശർമ്മ എടുത്ത ഒരു ഫ്ലൈയിങ് ക്യാച്ച് ഉണ്ടായിരുന്നു ജോഷ് ഹേസൽവുഡിൻ്റെ. എന്നാ മനോഹരമായ ഒരു ക്യാച്ചായിരുന്നു. എന്നിട്ട് അതിലും സിമ്പിളായ ഒരു ക്യാച്ചായിരുന്നു കുശാൽ മെൻഡിസ് ഇന്നുകൊണ്ട് കളഞ്ഞത്. വളരെ മോശമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഗുജറാത്ത് 3 കളിക്ക് മുമ്പേ കാഴ്ചവെച്ചത്. ലാസ്റ്റ് 3 കളി നോക്കുകയാണെങ്കിൽ ഇവരുടെ ബോളർമാർ റണ്ണ് വഴങ്ങുന്നു. ഇവർക്ക് 200 റൺസ് പോലും ചേസ് ചെയ്യാൻ കഴിയുന്നില്ല. ബോളർമാർ പറഞ്ഞാൽ നല്ല രീതിയിൽ റണ്ണ് വഴങ്ങുക, അടി കൊള്ളുക എന്ന് പറഞ്ഞിരിക്കുന്നു. സിറാജിന് പവർ പ്ലേയിൽ വിക്കറ്റ് കിട്ടുന്നില്ല. പിന്നെ നോക്കുവാണെങ്കിൽ രാഹുൽ തിവാട്ടിയ, ഇവനെ ആരാടെ ഫിനിഷർ എന്ന് പറയുന്നത്? ഇവൻ കളിച്ച് നോക്കിക്കേ, 11 ബോളിൽ നിന്ന് 16 റൺസ് എടുക്കുന്നു. ഇവനെ ഫിനിഷറായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഷാറൂഖ് ഖാനെ വല്ല ഇറക്കി വിട്ടിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ റിസൾട്ട് വേറെ ഒന്നായി പോയാൽ. ഇന്ന് ഗില്ല് മാച്ചിനെ കൊണ്ട് കളഞ്ഞു. ഇത്രയും നാൾ നോക്കുമെങ്കിൽ ഇവരാണ്, ഗില്ലും സായും കൂടാണ് ഇവിടം വരെ കൊണ്ടുവന്നത്. ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് കളിയിൽ ഗില്ലിൻ്റെ തനിനിറം കാണിച്ചു. ടീം പരാജയപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ് എന്തായാലും ഗില്ലെ. എലിമിനേറ്ററിലോട്ടുള്ള വാതിൽ എന്തായാലും തുറന്നു തുറന്നു പുറത്തേക്ക് കൊണ്ടുപോയി. നോക്കുവാണെങ്കിൽ ഫൈനൽ കളിക്കേണ്ട ഒരു ടീം തന്നെയായിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നത്. ഇവരെ 1, 2, 3 കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നും ഇവർക്ക് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. നോക്കി, ഇന്ന് നല്ല ഡ്യൂ ആയിരുന്നു. ബാറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സർഫസ് ആയിരുന്നു. ഡ്രൈ കണ്ടീഷൻ, ഇന്നലത്തെ ഒരു സർഫസേ അല്ലായിരുന്നു, ഡ്രൈ കണ്ടീഷൻ ആയിരുന്നു. ബാറ്റ് ചെയ്യാൻ നല്ല കണ്ടീഷൻ ആയിരുന്നു. എന്നാൽ അവിടെ കൊണ്ട് കളഞ്ഞു, കളി കയ്യിൽ നിന്ന് കൊണ്ടുപോയി. ഇത് പിന്നെ നോക്കുവാണെങ്കിൽ മുംബൈ സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. എല്ലാവരും വന്നൊരു ക്യാമിയോ ഇന്നിങ്സ് കാഴ്ചവെച്ചിട്ട് പോയി. സൂര്യകുമാർ വന്നൊരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. തിലകവർമ്മ നല്ല ഫോമിലാണ്, അത് നല്ല പോസിറ്റീവാണ് അവരെ സംബന്ധിച്ചിടത്തോളം. 3 സിക്സ് തിലകവർമ്മ അടിച്ചത്. പിന്നെ നോക്കുവാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു പെർഫോമൻസ് സൂപ്പർ. നമന്തീർ വന്ന എല്ലാ കളിയിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. നോക്കുവാണെങ്കിൽ എല്ലാം ഒരു ചെറിയ ക്യാമിയോ ഇന്നിങ്സ് കളിക്കുന്നു. ഒരു നല്ല സ്കോർ എന്തായാലും ഇവർക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ മുംബൈയെ സംബന്ധിച്ച് ചില നെഗറ്റീവുകളുണ്ട്. ഇന്ന് ഡ്യൂ ആയിരുന്നു. എന്തുകൊണ്ടാണ് ബാറ്റിംഗ് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ പണി കിട്ടിപ്പോയേനെ ഗുജറാത്ത് അല്ലായിരുന്നെങ്കിൽ. വേറെ പഞ്ചാബ് പോലോ RCB പോലോ ഒരു ടീമായിരുന്നെങ്കിൽ ചിലപ്പം പണി പാളിയാനെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് ഡിസിഷനും വളരെ റോങ്ങാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഫസ്റ്റ് ഓവർ ട്രെൻറ്റ് ബോൾട്ടിനെ കൊണ്ടുവരുന്നു, 2ാമത്തെ ഓവർ ബുംറയെ കൊണ്ടുവരുന്നു. പിന്നെ ബുംറയ്ക്ക് ഓവർ കൊടുക്കുന്നില്ല. ബുംറയെ കൊണ്ടുവരുന്ന 6ാമത്തെ ഓവറിലാണ്. നമന്തീറിന് ഓവർ കൊടുക്കുന്നു. പാർട്ട് ടൈം ബോളറാണ്. നമന്തീറിന് ഓവർ കൊടുത്ത് 9 റൺസ് വഴങ്ങുന്നു. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ ബോൾ ചെയ്യാൻ വരുന്നു, റൺസ് അവിടെ വഴങ്ങുന്നു. ആണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് റൊട്ടേഷൻ വളരെ മോശമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ മിക്കവാറും ക്വാളിഫയറിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇച്ചിരിയും കൂടെ ഹാർദിക് പാണ്ഡ്യ തൻ്റെ ബോളിംഗ് റൊട്ടേഷൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കറക്റ്റ് രീതിയിലല്ല ബോളർമാരെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് എന്തായാലും ഹാർദിക് പാണ്ഡ്യ. എന്തായാലും കൊള്ളാം, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു, ഇവിടം വരെ എത്തി. എന്തായാലും ഗുജറാത്തിനെ പരാജയപ്പെടുത്താൻ എന്തായാലും ഇവർക്ക് കഴിഞ്ഞു. സൂപ്പർ പെർഫോമൻസ്. 2 കളിയും ഗുജറാത്തുമായിട്ട് ഇവർ പരാജയപ്പെട്ടു. എന്നാൽ ഇന്നത്തെ കളിയിൽ, നിർണായകമായ കളിയിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. സൂപ്പർ പെർഫോമൻസ്. ഓൾ ദ ബെസ്റ്റ് മുംബൈ.